ഇന്ന് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഹൽവ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആദ്യം തന്നെ അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂവും കൂടെ കുറച്ച് പംകിൻ സീഡ്, കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 കപ്പിന് അര കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ ശർക്കരയെല്ലാം നമുക്ക് നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. കൂടെ നമ്മൾ കലക്കി മാറ്റി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് കൈവിടാതെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കിതുപോലെ കുറുകി വരാൻ തുടങ്ങും. ഇത് കണ്ടില്ലേ, ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ. ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തെടുത്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. 15 ടു 20 മിനിറ്റോളം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാനെന്നെല്ലാം നമുക്കിതുപോലെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഹൽവ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകൾ വശം നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പം 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവയെല്ലാം നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഹൽവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ